പ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ലോറി ഉടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം ഇന്ന് രംഗത്ത് വന്നു. മനാഫ് കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുന്നുവെന്ന് അവർ ആരോപിക്കുന്നു. മനാഫ് അനാവശ്യമായി ഫണ്ട് പിരിക്കുന്നുവെന്നും കുടുംബം പറയുന്നു. പിച്ചെടുക്കേണ്ട ആവശ്യം കുടുംബത്തിന് നിലവിലില്ല. മാൽപ്പയുമായി ചേർന്ന് മനാഫ് നാടകം കളിക്കുകയായിരുന്നു. പലപ്പോഴും മാൽപ്പയുമായി ചേർന്ന് യൂട്യൂബ് വീഡിയോ നിർമ്മിക്കുകയും വ്യൂസ് കൂട്ടുകയുമായിരുന്നു മനാഫിന്റെ ലക്ഷ്യം. സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുതെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. തങ്ങളുടെ അപേക്ഷ കേട്ടില്ലെങ്കിൽ ഇനി നിയമ നടപടി മാത്രമാണ് മുന്നിലുള്ളതെന്നും കുടുംബം പറയും. അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അപ്പം നമ്മൾ അവനൊരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റ് മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലോറി ഉടമയല്ല തന്നത്, അദ്ദേഹത്തിന് കൂടെ വന്ന കുറച്ച് ആൾക്കാരായിരുന്നു. 2000 രൂപയാണ് തന്നത്. ഇതെല്ലാം ഓപ്പണായിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല, ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. പിന്നെ അടുത്ത വിവാദം എന്ന് പറഞ്ഞാല് ഈ അർജുന്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്തൊരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അത് പറഞ്ഞു. അപ്പോ അത് അർജുവേട്ടൻ പോകുന്നതിന്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത്. പക്ഷെ ഇപ്പോ അത് അർജുവേട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കുക. അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കിയെടുത്ത് ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ്. അർജുന്റെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മനാഫ്ക എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്നതാണ്. ഇതിങ്ങനെ സ്പ്രെഡ് ആവുക. അപ്പോ എല്ലാവരും പറയുന്നത് വെച്ചാല് നമ്മള് പൈസ കൊടുത്ത് നന്നാക്കിയ വണ്ടിയാണ്. ഇത് ഈ ജൂലൈ 10 നന്നാക്കിച്ച വണ്ടിയാണ്. ഈ സംഭവം നടക്കുന്നതിന്റെ എത്ര മുന്നേ നടന്ന സംഭവമാണ്. ഞാൻ ഇന്നിപ്പം പണിക്ക് പോയി വന്നതാണ്. പക്ഷെ എനിക്ക് എന്റെ ഒരു ആൾക്കാരെ മുന്നിൽ ഫേസ് ചെയ്യാനൊക്കെ ഒരു ചടപ്പായിട്ട് തിരികെ വന്നതാണ്. അപ്പൊ ഈ ബൈക്കിന്റെ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന നമുക്ക് ഇത്രയും ആവശ്യപ്പെടാനുള്ളൂ. അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അർജുന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയും ആ നടപടിയും ആണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. ഇനിയും പ്രതികരിക്കേണ്ടി വരും. ഈ രീതിയിലല്ല, ശക്തമായിട്ട് തന്നെ ഇനിയും പ്രതികരിക്കേണ്ടി വരും. കൂടുതൽ ശക്തമായി പ്രതികരിക്കേണ്ടി വരും എന്നതാണ് അർജുന്റെ കുടുംബം പറയുന്നത്. നമ്മൾ വളരെ ഞെട്ടലോടുകൂടിയാണ് കേരളം ഇന്ന് മനാഫിനെതിരായ അർജുന്റെ കുടുംബത്തിന്റെ ഈ ആരോപണങ്ങൾ കേട്ടത്. ഇതുവരെ ഇങ്ങനെയൊരു മുഖമായിരുന്നില്ല മനാഫിന് ആളുകളുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ കുടുംബം പറയുന്നു നേരത്തെ മുതൽ തന്നെ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നത്. അവരുടെ കാര്യം അവർ ഇന്ന് തുറന്നു പറയുമ്പോൾ എന്താണ് മനാഫിന് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കണം. ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു മനാഫ്. പണം വാങ്ങിയെങ്കിൽ തന്നെ കല്ലെറിഞ്ഞു കൊന്നോളൂ എന്ന് മനാഫ് പറയുന്നു. അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് മനാഫിന് പറയാനുള്ളത്. രാഷ്ട്രീയമോ അല്ലാതെയോ ഉള്ള ഗൂഢാലോചന ഉണ്ടായെന്നും സംശയിക്കുന്നതായി മനാഫ് പറഞ്ഞു. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തനിക്ക് വേണ്ടിയാണ്, അതിലെന്താണ് തെറ്റെന്നും മനാഫ് ചോദിച്ചു. ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാറിനോടാണ് മനാഫ് സംസാരിച്ചത്. കുടുംബത്തിന്റെ വൈകാരികത മുതലെടുക്കാൻ മനാഫ് ശ്രമിക്കുന്നുവെന്നാണ് ആദ്യ ആരോപണം. ഇക്കാര്യങ്ങളിൽ നമുക്ക് മനാഫിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. വളരെ രൂക്ഷമായാണ് താങ്കൾക്കെതിരെ ഇന്ന് കുടുംബം സംസാരിച്ചിരിക്കുന്നത്. എന്താണ്? തീർച്ചയായിട്ടും ഞാൻ ആദ്യം ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഇപ്പം മാധ്യമത്തിലൂടെ അറിഞ്ഞ വിവരം എനിക്കുള്ളൂ. ബാക്കി ഇനി എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും എന്താ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കാം. ഞാനൊന്നും കണ്ടിട്ടില്ല. എന്തുകൊണ്ട് ഒരു അങ്ങനെ പറഞ്ഞെന്നുള്ളതും അറിയില്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. വേറെ എന്തെങ്കിലും? താങ്കൾ യൂട്യൂബ് ചാനലിന്റെ റീച്ചിന് വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം താങ്കൾ ആ ചാനലിൽ കൂടെ പുറത്തുവിടുകയാണ്. ആ ചാനലിന്റെ റീച്ചായിരുന്നു താങ്കളുടെ. എൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തുണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് അന്വേഷിച്ചാൽ. ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആളൊന്നല്ല ഞാനൊരു അത്യാവശ്യം മോശമില്ലാത്ത മുതലാളി തന്നെ. എനിക്ക് ഒരു യൂട്യൂബ് ചാനലിൽ ഒരാവശ്യമില്ല. ഈ ഓനെ തിരഞ്ഞെടുക്കുന്ന ആ സമയത്ത് പല കാര്യങ്ങളും ആരോടെങ്കിലും പറയാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി.
കാരണം ഈ വിഷയങ്ങൾ ആരും മറന്നു പോകാതെക്കാൻ കുറച്ച് ആൾക്കാരുള്ള യൂട്യൂബ് ചാനൽ ഞാൻ ഓരോക്കെങ്കിലും ഓരോ കാര്യങ്ങൾ അറിയി കൊടുക്കണമല്ലോ. അപ്പം ഞാൻ ഈ വിഷയത്തിൽ ഇന്നാൽ കഴിയുന്ന എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കുന്നു. ഒരാൾ സാധാരണക്കാരന് എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അതിൻ്റെ അപ്പുറം ഞാൻ ഉപയോഗപ്പെടുത്തി. യൂട്യൂബ് ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കുന്നു, ഞാൻ രാഷ്ട്രീയക്കാരെ ഉപയോഗപ്പെടുത്തിക്കുന്നു, എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലാത്ത യൂട്യൂബ് ചാനലുകാരെ ഓരോന്നെ സഹായിച്ചിരിക്കുന്നു. ആക്ഷൻ കമ്മിറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിക്കണ്. റെസ്ക്യൂ പ്രവർത്തകരായ ഈശ്വർ മൽപ്പ ആയിക്കോട്ടെ, രഞ്ജിത് ഇസ്രായേൽ ആയിക്കോട്ടെ, കുറേ രക്ഷാപ്രവർത്തകർ വന്ന് ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ സഹായങ്ങൾ ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ അവരൊക്കെ ഓർക്കാതെക്കാനോ ഒന്നും കഴിയില്ല. എന്തിനും ഈ വിഷയത്തിൽ എന്തുണ്ടെങ്കിലും ഞാൻ ജനങ്ങളെ മുന്നിൽ കാര്യങ്ങൾ പറയാൻ തയ്യാറാണ്, ഒരു കുഴപ്പമില്ല. കാരണം ഇത് ഇങ്ങനെയുള്ളൊരു വിജയം അതായത് ഒരിക്കലും കിട്ടൂല എന്ന് വിചാരിച്ചോടുന്ന് കിട്ടി. ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ അവരെ പിന്നിലുണ്ടോ, വേറെ എന്തെങ്കിലും ശക്തികൾ അവരെ പിന്നിലുണ്ടോ, എന്താ ഇങ്ങനെ പെട്ടെന്ന് ആയതെന്ന് അറിയില്ല. ചെറിയ ചെറിയ വിഷയങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർജുൻ്റെ മോനെ ഞാൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞതാണ് വിഷയം എന്ന് തോന്നുന്നു. അർജുൻ്റെ മോനെ ഏറ്റെടുക്കാറെന്ന് കഴിഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. ഇപ്പം ഞാൻ അവിടുന്ന് ഇങ്ങനെ എടുത്തിങ്ങനെ ഓരോടുന്ന് പോവുകയല്ലോ. അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മളെന്താക്കുക, നമ്മളൊരു എന്താ പറയുക, അർജുൻ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ആ ഭാഗം നമ്മൾ എന്താ പറയുക, അവന് അർജുൻ ഇല്ലാത്തൊരു തോന്നൽ വരാതെ നിൽക്കാന്നുള്ള. ഇപ്പോൾ ഒരു ദിവസത്തേക്കല്ലല്ലോ, ലൈഫിൽ അർജുന് എന്തൊക്കെ ആവശ്യങ്ങൾ വരുന്നുണ്ടോ, അല്ല അർജുൻ്റെ മോൻക്ക് അവൻ എന്ത് ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നമുക്ക് ചെയ്തു കൊടുക്കുക, അതേ ആവശ്യമുള്ളൂ. പിന്നെ എൻ്റെ ഒരു എംപ്ലോയി എന്നുള്ള നിലക്ക് ഞാൻ എൻ്റെ വാഹനത്തിന് അർജുൻ എന്നുള്ള പേരിടുന്നതാണ് പ്രശ്നമെങ്കിൽ അർജുൻ എന്നുള്ള പേര് ഇപ്പോൾ ഒരു ട്രേഡ് മാർക്കൊന്നുമല്ലല്ലോ. ആലോചിക്കേണ്ട വിഷയം എൻ്റെ ഫാദറാണ് എൻ്റെ പ്രൈഡ്. എല്ലാവരുടെ ഫാദറായിരിക്കും ഏറ്റവും വലിയ അഭിമാനം. ഞാൻ സാഗർ കോയ എന്ന ആളെ എൻ്റെ ഫാദർ എന്നുള്ള നിലക്ക് ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്ന ആ അഭിമാനമാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് അങ്ങനെ സാഗർ കോയ ടിമ്പർ എന്ന് വന്നത്, എൻ്റെ ലോറിക്ക് സാഗർ കോയ ടിമ്പർ വന്നത്. ഈ സാഗർ കോയ എന്നുള്ള പേര് മാറ്റിയിട്ട് ഞാൻ അർജുൻ എന്നുള്ള പേരിടുമ്പോൾ ഞാൻ എൻ്റെ ഒരു തൊഴിലാളിക്ക് എത്ര വലിയ പ്രാധാന്യമാണ് കൊടുക്കണമെന്നുള്ളത് അത് മനസ്സിലാക്കാൻ ആ തൊഴിലാളിൻ്റെ വീട്ടിലുള്ളവർക്ക് കയ്യില്ലെങ്കിൽ ഇപ്പം എന്ത് പറയാനാ. ശരി, താൻ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കല്ലെറിഞ്ഞ് കൊന്നുകൊള്ളൂ എന്ന് മനാഫ് പറയുകയാണ്. ആ കുടുംബത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന സംശയവും മനാഫ് പറയുന്നു. അത് ഒരുപക്ഷെ രാഷ്ട്രീയക്കാരോ മറ്റോ ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്ന ഒരു സംശയം കൂടിയാണ് മനാഫ് പ്രകടിപ്പിക്കുന്നത്. എസ് അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഇന്ന് അർജുന്റെ കുടുംബത്തിന് പറയാനുള്ളതും മനാഫിന് പറയാനുള്ളതും കേട്ട വ്യക്തിയാണ് അനീഷ് കുമാർ. നമുക്കറിയാം മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെട്ടതെന്ന്. എല്ലാ ഘട്ടത്തിലും നമ്മൾ കരുതിയിരുന്നത് അർജുന്റെ വീട്ടുകാരും മനാഫും ഒരേ ലക്ഷ്യത്തോടെ ഒരുമിച്ച് മുന്നേറുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളായിട്ടാണ്. ഇന്ന് വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് നമ്മൾ മനാഫിനെതിരെ ആ കുടുംബത്തിന് പറയാനുള്ളത് കേട്ടത്. എന്താണ് ഇവർക്കിടയിൽ സംഭവിക്കുന്നത്? നേരത്തെ മുതൽ തന്നെ ഈ അകൽച്ച പ്രകടമായിരുന്നോ? ഇന്ന് ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയത് ഏത് സാഹചര്യത്തിലാണ്? തീർച്ചയായും കേരളം മൊത്തം വാഴ്ത്തിയ ഒരു മാതൃകാപരമായ പ്രവർത്തനം നടന്ന ഇടമായിരുന്നു ശിരൂർ. അവിടെ മറ്റ് ഭേദ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും ഒരു മനസ്സോടുകൂടി അർജുനെ തിരികെ എത്തിക്കുക, ജീവനോടെ ലഭിക്കില്ലെന്ന് ഉറപ്പായതോടുകൂടി അർജുന്റെ ശരീരമെങ്കിലും വീണ്ടെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചതാണ്. ആ ലക്ഷ്യം ഏതാണ്ട് സാധ്യമാവുകയും ചെയ്തു. എന്നാൽ ആ മുറിവുകൾ ഉണങ്ങി. അതായത് അർജുന്റെ ശവദാഹം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുമുള്ളൂ. ഇതിനിടയിലാണ് കുടുംബം ഇപ്പോൾ മനാഫിനെതിരെ വലിയ
ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. കാരണം ഏറ്റവും വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയ 2 പേരായിരുന്നു ലോറി ഉടമയായ മനാഫും ഒപ്പം ഈ രക്ഷാപ്രവർത്തനായ ഈശ്വർ മാൽപ്പയും. പക്ഷേ ഇവർ 2 പേരും ഒരു നാടകം കളിക്കുന്നു എന്ന ആരോപണമാണ് ഇന്നിപ്പോൾ കുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം അവിടുത്തെ ഡ്രഡ്ജിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങളെ വഴിതെറ്റിക്കുന്നതിനോ വൈകിക്കുന്നതിനോ ഒക്കെ ഇവരുടെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായി. വൈകാരികത പരമാവധി മുതലെടുത്ത് സ്റ്റാർഡം ആവുക, അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലുകളിൽ കൊടുക്കുക, സ്വന്തം യൂട്യൂബ് ചാനലിന്റെ റീച്ച് കൂട്ടുക എന്നീ ലക്ഷ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചത് എന്ന ആരോപണം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം ഈ പണം സമാഹരണം, ഈ വിവിധ ഇടങ്ങളിൽ നിന്നും അർജുന്റെ പേരിൽ കുടുംബത്തെ പോലും അറിയിക്കാതെ പണം സമാഹരിക്കുന്നു. ഒപ്പം ചില ആളുകളെ വീട്ടിലേക്ക് എത്തിച്ച ശേഷം വളരെ ചെറിയ തുകകൾ നൽകി അത് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു ഒരു പിച്ച കാശ് വാങ്ങുന്ന ആളുകളായി കുടുംബത്തെ ചിത്രീകരിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം അർജുന്റെ ഒരു ബൈക്ക് അറ്റകുറ്റപ്പണിക്കായി നൽകിയ ബൈക്ക് മനാഫിന്റെ വീട്ടിലിരിക്കുന്നു. ആ ബൈക്ക് വീട്ടിൽ വെച്ച് അതും താനാണ് ആ ബൈക്ക് അല്ലെങ്കിൽ തന്റെ പക്കലാണ് ഇരിക്കുന്നത് എന്നടക്കം പറഞ്ഞ് അതും വിറ്റ് കാശാക്കാൻ, അതായത് അതും യൂട്യൂബിലൂടെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഒരു പിടി ആരോപണങ്ങളാണ് ഈ കുടുംബം മനാഫിനെതിരെ പറയുന്നത്. ഒപ്പം ഈ ഒരു ആക്ഷൻ കമ്മിറ്റി, അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ആ ആക്ഷൻ കമ്മിറ്റിയും ആവശ്യമില്ലാത്തതാണ്. കുടുംബം ആ ആക്ഷൻ കമ്മിറ്റിയിൽ നിന്നും പുറത്തേക്ക് പോയി മുഖ്യമന്ത്രിയും മറ്റുമൊക്കെ കണ്ട് അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ചെലുത്തേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും കുടുംബം പറയുന്നു. കാരണം കുടുംബം ഏത് സമയം വിളിച്ചാലും മുഖ്യമന്ത്രി ഫോൺ എടുക്കുകയും നേരിട്ട് മുഖ്യമന്ത്രിയോട് ആശയവിനിമയം നടത്താൻ കഴിവുള്ള ഒരു രീതിയിലേക്ക് ആ ബന്ധം വളരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തി ആക്ഷൻ കമ്മിറ്റിയും മറ്റുമൊക്കെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കാണേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്നും ആ കുടുംബം പറയുന്നു. ഒപ്പം ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഈ ആഘാതത്തിൽ നിന്നും മെല്ലെ മറികടന്ന് സാധാരണ ജീവിതത്തിലേക്ക് പതിയെങ്കിലും നടന്നു നീങ്ങാനാണ് കുടുംബം ശ്രമിക്കുന്നത്. പക്ഷേ യൂട്യൂബ് ചാനലുകളിലൂടെ പുതിയ വെളിപ്പെടുത്തലുകളും പുതിയ വീഡിയോകളുമായി വീണ്ടും മനാഫ് സജീവമാവുന്നു. അത് ഒരു താരപദവി ലക്ഷ്യം വെച്ചുള്ള ഒരു പോക്കാണ് എന്നടക്കമുള്ള ചില ആരോപണങ്ങളും മുന്നോട്ട് വെക്കുന്നു. അതായത് കുടുംബത്തിന്റെ വൈകാരികത മുതലെടുക്കാൻ ഇനി ഈ മനാഫിനെയും ഒപ്പമുള്ള സംഘത്തെയും അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി തന്നെ കുടുംബം പറയുന്നു. ഈ കാര്യം പറഞ്ഞ് മനാഫുമായി ബന്ധപ്പെടാൻ പലവട്ടം ഫോണിൽ വിളിച്ചെങ്കിലും മെസ്സേജ് അയച്ചെങ്കിലും പ്രതികരിച്ചില്ല. മറ്റ് ഇടനിലക്കാർ വഴിയുമൊക്കെ ഇക്കാര്യം പറഞ്ഞിട്ടും കേൾക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു വാർത്താ സമ്മേളനം നടക്കുന്നത്. ഇനിയും അത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകും എന്നും പറഞ്ഞിരിക്കുന്നു. എന്നാൽ മനാഫ് ഇക്കാര്യങ്ങൾ പാടെ തള്ളുകയാണ്. കാരണം താൻ 1 രൂപയുടെ ഒരു നേട്ടം പോലും ഇത്തരത്തിൽ ഈ അർജുന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടില്ല. തനിക്ക് കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് താൻ കർണാടകത്തിൽ തങ്ങി ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ താൻ ഒരുക്കിയാണ്. തന്റെ ജോലി പോലും വേണ്ട എന്ന് വെച്ചാണ്, അല്ലെങ്കിൽ തന്റെ ബിസിനസ്സിലെ തളർച്ച ആണ് താൻ ഈ സ്ഥലത്തു നിന്ന് മാറി നിന്ന സമയത്തുണ്ടായത്. എന്നാൽ ഇതൊക്കെ താൻ മാറ്റിവെച്ചത് അർജുനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് പറയുന്നു. 1 രൂപയെങ്കിലും താൻ വാങ്ങിയെന്ന് തെളിഞ്ഞാൽ താൻ മാനാഞ്ചിറയിൽ പോയി നിൽക്കാം, ആളുകൾ തന്നെ കല്ലെറിഞ്ഞു കൊല്ലട്ടെ എന്നും പറയുന്നുണ്ട്. ഒപ്പം അർജുനോടുള്ള സ്നേഹം മൂലമാണ് തന്റെ വണ്ടിക്ക് അർജുന്റെ പേരിടാൻ പോകുന്നത്. നേരത്തെ രണ്ട് ഭാഗങ്ങളുണ്ട്. പക്ഷേ അനീഷ്, ഇതിൽ ലോറിയും തടിയും മുബീന്റേതാണ് എന്ന കാര്യം കൂടി ഇന്ന് കുടുംബം പറയുകയാണ്. എപ്പോഴും ലോറി ഉടമ എന്നാണ് മനാഫ് സ്വയം വിശേഷിപ്പിക്കുന്നതും ആ വാഹനത്തിന് അർജുന്റെ പേരിടുന്നു തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുമ്പോഴും യഥാർത്ഥ ലോറി ഉടമ എന്ന് പറയുന്നത് മുബീനാണ് എന്ന കാര്യം ഇന്ന് കുടുംബം പറയുകയാണ്. മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനലിൽ പോലും ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിലൊക്കെ കുറച്ച് വ്യക്തത കുറവുകൾ മനാഫ് വരുത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇനിയിപ്പോ പോട്ടെ, എന്തൊക്കെയായാലും കുടുംബത്തിന് പരസ്യമായി തന്നെ രംഗത്ത് വന്ന് കാര്യങ്ങൾ പറയേണ്ടി വന്നു. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ആ കുടുംബം, അവരുടെ തീരുമാനം, അവരുടെ താല്പര്യം, അതിനാണല്ലോ പ്രാധാന്യം നൽകേണ്ടത്. ആ കുടുംബം പറയുന്നു, ഞങ്ങളുടെ പേര് പറഞ്ഞുള്ള ഇത്തരം വൈകാരികത ചൂഷണം ചെയ്യുന്ന സമീപനങ്ങൾ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഇതൊരു അഭ്യർത്ഥനയായി കണ്ട് മനാഫ് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ഒരു തീരുമാനം എടുക്കുകയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? അതോ ഇത് ഇനി നിർത്തിയില്ലെങ്കിൽ നിയമ നടപടിക്ക് എന്ന കുടുംബം പറയുന്നു. ഇനി അവരെ അതിലേക്കൊക്കെ വലിച്ചിഴക്കാത്ത ഒരു സമീപനം സ്വീകരിക്കുക എന്നത് മനാഫ് സ്വീകരിക്കുമോ? അക്കാര്യം അനീഷ് സംസാരിച്ചിരുന്നോ? എന്താണ് മനാഫിന്റെ മറുപടി?
നമ്മൾ മുമ്പേ സംസാരിച്ചപ്പോൾ തന്നെ മനാഫ് അക്കാര്യം പറയുന്നുണ്ട്. കാരണം താൻ അവസാനിപ്പിക്കുന്നു. കാരണം ഈ അർജുന്റെ ഒരു ദൗത്യമായിരുന്നു, അതിൽ അർജുനെ ലഭിച്ചിരിക്കുന്നു, സംസ്കാരവും കഴിഞ്ഞിരിക്കുന്നു. ഇനി താൻ തന്റെ ബിസിനസ്സും തന്റെ ജീവിതവും നോക്കി മുന്നോട്ട് പോവുകയാണ്. അർജുന്റെ ജീവിതവുമായി ഇനി മുന്നോട്ട് പോകാൻ താനില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ യൂട്യൂബ് ചാനലൊക്കെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, അതൊന്നും നിർത്താൻ പോകുന്നില്ല. ലോറിയുടെ കാര്യം ഇപ്പോൾ അർജുൻ എന്ന പേര് തന്നെ ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ പിന്നീടുള്ള ആലോചനകളെ ഉള്ളൂ എന്നും പറയുന്നു. എന്തായാലും ഈ അർജുനെ പിടിച്ച് മുന്നോട്ട് പോകാൻ താൻ തീരുമാനിച്ചിട്ടില്ല. അർജുനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താൻ അവസാനിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ മുബീൽ എന്നയാൾ ഈ മനാഫിന്റെ സഹോദരനാണ്. ഇവർ കുടുംബപരമായ ഒരു ബിസിനസ് സംരംഭങ്ങൾ നടത്തി വരുന്ന ആളുകളാണ്. അതുകൊണ്ട് RC ഓണറായി മുബീലിന്റെ പേരാണ് വെച്ചതെങ്കിലും ആ കുടുംബത്തിന്റെ ബിസിനസ് പരമായ കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ മനാഫ് തന്നെയാണ്. അതുകൊണ്ട് മനാഫ് പറയുന്നത് എൻ്റെ ആണ് ലോറി, അല്ലെങ്കിൽ ഞാനാണ് പണം മുടക്കുന്ന കുടുംബപരമായുള്ള ഒരു ബിസിനസ്സാണ്. മുബീൽ എന്നത് ഒരു സാങ്കേതികമായ ഉടമ മാത്രമാണ്. താനുമായാണ് ഈ അർജുന് ഇടപാടുകൾ മുഴുവൻ ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് മനാഫ് പറയുന്നത്. അതൊക്കെ തികച്ചും കുടുംബപരമായ ഒരു കാര്യമായി നമുക്ക് ആ രീതിയിൽ കരുതാൻ കഴിയും. എന്തായാലും രണ്ടു കൂട്ടരും ഒരുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കാര്യത്തിനായി. മനാഫും ഈ പ്രശസ്തി ആഗ്രഹിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ അപ്പുറം അദ്ദേഹവും വലിയ തോതിൽ ആ മഞ്ഞിലും മഴയിലും കാറ്റിലും ഒക്കെ കൊണ്ട് ഈ കുടുംബത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നതാണ്. 2 ഘട്ടം വരെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് കുടുംബവും പറയുന്നു. ഈ കുടുംബവും വലിയ ഒരു പരിഗണന ആവശ്യപ്പെടുന്ന കുടുംബമാണ്. കാരണം അസാധാരണമായ രീതിയിൽ ആഴ്ചകളോളം വെള്ളത്തിനടിയിൽ കുടുങ്ങിക്കിടന്ന ഒരാൾ കേരളം മൊത്തം സ്വന്തം മകനെന്നോ സഹോദരനെന്നോ ഒക്കെ കരുതി രക്ഷാപ്രവർത്തനം നടത്തി 2 സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ചേർന്ന് നടത്തിയ ഒരു സംയുക്ത ഭാഗം. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഭിന്നതകൾ മറന്ന് ഒന്നായ കാലം. 2 വ്യത്യസ്ത മതവിഭാഗങ്ങൾ പോലും ഒറ്റക്കെട്ടായി തങ്ങളുടെ പുത്രനെന്ന് കരുതിയ ഒരാളുടെ വിയോഗം. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഉടൻ തന്നെ ഇരുവരും തമ്മിൽ പറഞ്ഞു തീർക്കുകയും എല്ലാവരും അവരവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി പോകേണ്ടതുമാണ്. ഈ ഇപ്പോൾ ഉള്ളത് പരസ്പരമുള്ള ചില ആശയവിനിമയ തകരാറുകളാവാം എന്നും നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനം വൈകാതെ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ കുടുംബം ചില കാര്യങ്ങൾ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അതനുസരിച്ചുള്ള സമീപനം മനാഫിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് മനാഫും വ്യക്തമാക്കിയത് എന്നതാണ് അനീഷ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഒരു ഇടവേള കൂടിയുണ്ട്, ഇടവേളയിലേക്ക് പോകാം. അതിനുശേഷം ഇന്നലെ ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചിട്ട് ഏതാണ്ട് 24 മണിക്കൂർ ആകാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കാണാം.